ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിലോട്ട് പോവാം. അങ്ങനെ പ്രിയയുടെ അച്ഛനക്കും കൺഫ്യൂസായി. എന്താ ഇവള് നീ ഒച്ച ഉണ്ടാക്കുന്നത്? അങ്ങനെ അച്ഛൻ വന്ന് നോക്കി. എന്താ ഇവള് തേടാണോ? എവിടെ നിങ്ങളെ കണ്ടുവോ എൻ്റെ മകളെ? ഞാനെങ്ങനെ കാണാം? ഞാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇടിയാ തേടാൻ തുടങ്ങി. ഒന്നും അറിയില്ല. അവിടെ ഒരു കുട്ടി ഒരു ലെറ്റർ കിട്ടി. ലെറ്റർ കിട്ടി വായിക്കാൻ തുടങ്ങി. അമ്മ, അച്ഛ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ഈ മാരേജ് എനിക്ക് ഇഷ്ടമല്ല. ഈ അർജുൻ പറയുന്നത് ഇവൻ സാധാരണ അല്ല. ഇവനോട് പേ ബോയാണ്. അതുമാത്രമല്ല ഇവൻ എനിക്കിഷ്ടവുമല്ല. ഞാൻ സ്നേഹിക്കുന്ന ചെക്കനെ കൂടെ കല്യാണം കഴിക്കുമെന്ന് അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഞാൻ ഇവിടെ കല്യാണമൊന്നും കഴിക്കില്ല. ഞാൻ പോവാണ്. നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പോവാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ലെറ്റർ. നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞു എഴുതിയിട്ട് പോയി. അങ്ങനെയായിട്ട് കൺഫ്യൂസായി അമ്മക്ക്. അങ്ങനെയായിട്ട് ആ പ്ലേസിൽ അങ്ങനെയായിട്ട് മാരേജ് നടക്കുന്ന പ്ലേസിൽ വെച്ചിട്ട് അർജുൻ അമ്മ വന്ന് ചോദിച്ചു, എവിടെയാണ് പ്രിയ? ഒന്നും കാണുന്നില്ലല്ലോ പ്രിയനെ. പ്രിയ പ്രിയ അങ്കിൾ. അർജുൻ്റെ അമ്മ പറയാൻ തുടങ്ങി, കല്യാണ ചെക്കന് പെണ്ണും കാണുന്നില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെയായിട്ട് പിന്നെ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ എടുത്ത് പഠിക്കാൻ അർജുൻ്റെ അമ്മക്ക് ലെറ്റർ കിട്ടിയോ. അങ്ങനെ വായിക്കാൻ തുടങ്ങി. ആൻറ്റി, എനിക്ക് മാരേജ് ഇഷ്ടമില്ല. അതുമാത്രമല്ല ഇത് നിങ്ങൾക്ക് കിട്ടിയ ആൻറ്റി സോറി ആൻറ്റി. അതുമാത്രമല്ല ആൻറ്റി, നിങ്ങളെ മകൻ ഓൾറെഡി ഒരു ശ്വേത പറയുന്ന ഒരു പെൺകുട്ടീനെ അവനിക്ക് ഇഷ്ടമാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ അവന് കുറച്ച് ഡേറ്റ് ചെയ്തായിരുന്നു. കുറച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾ പെണ്ണിട്ടാണ്. അവളെ കല്യാണം കഴിച്ച് കൊടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുക. അവൾ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. അവളെ കൂടെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ കൊച്ചി അവിടേക്ക് കല്യാണത്തിന് വന്നു അപ്പുറം കുട്ടീനെ തേടി. ആ കുട്ടീനെ കണ്ടുപിടിച്ചു. അതുകൂടെ അർജുനക്ക് കല്യാണമാണ്. അർജുനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ആ ചെക്കന് ആ പെൺകൂടെ കല്യാണം നടന്നു. അർജുനക്കും പഠിച്ചിട്ട് കഴിഞ്ഞായിരുന്നു. അർജുൻ വേറെ ജോലിക്ക് പോകാൻ തുടങ്ങി. അർജുനക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പം ജിമ്മിൻ്റെ ബേബിനെ നല്ലതായിട്ട് കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ജിമ്മിൻ്റെ ബേബിയും അങ്ങനെ ക്യൂട്ടായിട്ട് വളരാൻ തുടങ്ങി. ഈ ഫോട്ടോത്തിലുള്ള തിരക്കുകൾ ഉണ്ടായി. ഈ ഫോട്ടോയിൽ പിച്ചെടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞമ്മീനെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ബേബിനെല്ലാം കെയറിങ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. കുറച്ച് ജിമ്മിനൊക്കെ പിടിക്കാൻ തുടങ്ങി. ജിമ്മിനൊക്കും എന്താണ് നടക്കുന്നതല്ല. ജിമ്മിൻ്റെ അച്ഛനൊക്കെ അമ്മയൊക്കെ സന്തോഷമായി. വൈഫും കിട്ടിയല്ലോ. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോയി. മമ്മി എന്ന് വിളിക്കാൻ തുടങ്ങി കുട്ടി. ജിമ്മിന് കൺഫ്യൂസായി. എടാ ഡാഡാ വിളിക്കടാ, ഫസ്റ്റ് മമ്മി വിളിക്കുക. അങ്ങനെ ജിമ്മിനൊക്കെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ജിമ്മിനൊക്കെ ജോലിയായി ബിസിയായി. 2 റൺ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ്റെ അമ്മ അച്ഛനെ പറയുന്നതാണ്, എപ്പോഴാ നെക്സ്റ്റ് ബേബി എപ്പോഴാ എന്ന് ജിമ്മിനെ വെച്ച് ടോർച്ച് ചെയ്യും. ജിമ്മിന് പറയുന്നുണ്ടെങ്കിൽ മമ്മി ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണ്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട അങ്ങനെ പറയായിരുന്നു. ജിമ്മിനെ കുറിച്ച് ടെൻഷനായിരുന്നു. എന്നായിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നീ പഠിച്ചതിൽ ആ കോൺട്രാക്റ്റിലുണ്ടായിരുന്നു, നീ ഗ്രാജുവേറ്റായി മാത്രമാണ് ഡിവോഴ്സ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ പ്രിയക്ക് ഗ്രാജുവേറ്റായി. അങ്ങനെ ഡിവോഴ്സ് പേപ്പർ എടുത്തുകൊണ്ട് ജിമ്മിന് മനസ്സിലായിരുന്നു. ജിമ്മിന് പിടിക്കുമായിരുന്നു. ഡിവോഴ്സ് പേപ്പർ പഠിച്ച് ഗ്രാജുവേറ്റ് ആയിരുന്നു. അങ്ങനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പർ കൊണ്ടുവന്നു. ഇങ്ങനെ നീട്ടി. അങ്ങനെ കുട്ടി ജിമ്മിനൊക്കെ ജിമ്മിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജിമ്മിക്ക് കുറച്ച് കഷ്ടമുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൻ സൈൻ ചെയ്യാൻ പോവാണോ എന്ന് ജിമ്മിൻ നോക്കാൻ തുടങ്ങിയായിരുന്നു. സൈൻ ചെയ്യാൻ പോയായിരുന്നു. അതുകൊണ്ട് ജിമ്മിനിക്ക് ഒന്നും ചെയ്യാൻ അപ്പുറത്തിരുന്നു. ജിമ്മിൻ അങ്ങനെ സൈൻ ചെയ്യാൻ പോകുമ്പോൾ ജിമ്മിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജിമ്മിനെ നോക്കാൻ തുടങ്ങി. എന്താ സാർ? ഒന്നില്ല, ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ ഇപ്പം എന്താ ചെയ്യാ സാർ? ജിമ്മിൻ ചോദിച്ചു. നിനക്ക് മൂച്ചിന് ഇഷ്ടമാണോ? എനിക്ക് പിടിക്കും മൂച്ചിനെ. ശരി, ഓക്കെ, നിനക്ക് മൂച്ചിനെ പിടിക്കുമല്ലേ, അതുകൊണ്ട് നീ എൻ്റെ ഈ കോൺട്രാക്റ്റ് ജിമ്മിന് കയറി. ഇത് കണ്ട് ഷോക്കായി പോയി പ്രിയക്ക്. എന്താ, നമുക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട, എനിക്ക് ഇതിനെ പിടിച്ചു. ജിമ്മിന് ഒരു കണ്ണ് തുണി കെട്ടി ജിമ്മിനെ അവിടുന്ന് കാറിലെത്തി കൊണ്ടുപോയി. ജിമ്മിന്, സാർ എന്താ ചെയ്യുന്നത്? ഒന്നും അറിയില്ലായിരുന്നു. ബീച്ചിൽ കൊണ്ടുപോയി. ഇങ്ങനെ കണ്ണിൽ തുണി എടുത്ത് നോക്കി. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു ബീച്ചിൽ. ഇത് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാവ് സാർ, സൂപ്പറായിട്ടുണ്ട്. ജിമ്മിന് പറഞ്ഞു സാറിന് വിളിക്കണം, ജിമ്മിനൊന്ന് വിളിക്കാന്ന്. ജിമ്മിന് അവിടെ ലൈറ്റേഴ്സായിരുന്നു. ജിമ്മിന് പ്രപ്പോസ് ചെയ്ത് മാരി മീ എന്ന്. ജിമ്മിന് പ്രപ്പോസ് ചെയ്യുന്ന ഷോക്കായി പോയി. സാർ, നിങ്ങൾ എന്തിനാണ് സാർ പ്രപ്പോസ് ചെയ്യുന്നത്? ജിമ്മിന് പറഞ്ഞു, എനിക്കെന്നെ ഫസ്റ്റ് കണ്ടവൻ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുമാത്രമല്ല എൻ്റെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജിമ്മിന് പ്രപ്പോസ് ചെയ്യുന്ന ആക്ട് ചെയ്ത് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ജിമ്മിനിക്കും
അതെ ക്രിസ്ത്യൻ സൈസ് മാരേജും നടന്നു. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയി നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഹാപ്പി സന്തോഷത്തിലുണ്ടായിരുന്നു. അർജുൻ കൊറിയക്ക് വന്നിരുന്നു വീണ്ടും. പിന്നെ ജിമ്മിനും അവിടെ കുറച്ച് ജോലി ചെയ്യുമായിരുന്നു. ജിമ്മിനൊക്കെ കുറച്ച് ഫോൺ വന്നായിരുന്നു. ഹലോ ആ ഓക്കെ ജിമ്മിന് വന്നു റോസിനോട് ചോദിച്ചു, എന്താടാ എൻ്റെ റോസ് വിളിച്ച? സർ ചെറിയൊരു പ്രശ്നം സർ. എന്താ പറ്റി? നടന്ന കാര്യം ജിമ്മിനോട് പറഞ്ഞു. ഫുൾ കാര്യം പറയാൻ തുടങ്ങി. അർജുൻ എന്താ ചെയ്തത്, എന്തെല്ലാം സംഭവിച്ചത് അങ്ങനെയെന്ന് പറയാൻ തുടങ്ങി. ഓഹോ ഇതാണോ പ്രശ്നം, ഞാൻ സോൾവ് ചെയ്യുന്നത്. അതിന് ഫിക്ക് മാത്രം എനിക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ജിമ്മിക്ക് പോയി കിട്ടി. അങ്ങനെ ജിമ്മിന് നോക്കി. അതെ അർജുൻ വന്നു. ജിം എവിടെയുണ്ട് അർജുൻ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ വീട്ടിലേക്ക് വന്ന് ഗേറ്റിനോട് സെക്യൂരിറ്റി വീടില്ലായിരുന്നു. അങ്ങനെ കാറിനകത്ത് പോയി. അങ്ങനെ സെക്യൂരിറ്റി ഇങ്ങനെ ഇതാക്കി അങ്ങനെ കാറകത്ത് പോയി. അങ്ങനെ സെക്യൂരിറ്റീനെ ഊന്തി വന്ന് ഉള്ളിക്കകത്ത് വന്നു. ജിമ്മിൻ കാറിൽ ഇറങ്ങി. ഇത് കണ്ട ഷോക്കായി അർജുൻ. ഇവനൊരു കേപ്പ് ആയിട്ട് ജിമ്മിനല്ലേ? അതുമാത്രമല്ല നമ്പർ 1 CEO ആണല്ലോ. ഇവനെന്താ ഇവിടെ ചെയ്യുന്നത്? അങ്ങനെ CEO ആണല്ലോ, അവന് ബിസിനസ് ട്രിപ്പ് CEO ആണല്ലോ, ഇവനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് കൺഫ്യൂസായി. അങ്ങനെ കൊണ്ട് ഇങ്ങനെ കാറിന് അവിടേക്ക് വന്നവരെ കൊണ്ട് അങ്ങനെയായിട്ട് ജിമ്മിന് വന്നു. ഇങ്ങനെ ജിമ്മിൽ വന്ന് നോക്കി. ആരാന്ന് ചോദിച്ചാൽ, സാർ എൻ്റെ പേര്, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത് സാർ? നിങ്ങളെന്താ ഈ പ്ലേസിൽ വന്നിട്ട്? ഇതെൻ്റെ പ്ലേസൊക്കെ വരാതെ ഇരിക്കുന്നത് എന്താ ചെയ്യാൻ? ഞാൻ ജിമ്മിന് കേട്ടു. സാർ ഇവിടെ എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട് സാർ, എൻ്റെ ഫിയാൻസി ഉണ്ട്, അത് നോക്കാൻ വന്നതാ. നിനക്ക് ഓൾറെഡി മാരേജ് ആയിനെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് സാർ. എനിക്ക് മാരേജ് അത് ആര് പറഞ്ഞു സാർ? ഇല്ല എനിക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിൻ്റെ പിക്ക് ഒരാടി വന്നായിരുന്നല്ലോ, നീ നോക്കിയില്ലായിരുന്നു സാർ? അത് ഞാൻ അറിയില്ലായിരുന്നല്ലോ സാർ. ശരി ഓക്കെ, നീ ഒരു ഗേൾ ഫ്രണ്ട് വെച്ചിട്ട് നിറയെ ഗേൾ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. അർജുനക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ കുട്ടി ഡാഡാ എന്ന് വിളിച്ച് ഓടി വന്നു കുട്ടി. അതെ കുട്ടിക്ക് 4 വയസ്സായി. അങ്ങനെ കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ജിമ്മിനെ. അങ്ങനെ ജിമ്മിനിങ്ങനെ ഇറങ്ങി. ജിമ്മിന് നോക്കി, എവിടെ മമ്മി? മമ്മി എന്നെ വിളിക്കാൻ തുടങ്ങി.